നമസ്കാരം. ഹോം ടൂറിൻ്റെ പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വാണിയംകുളത്ത് പനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മനുരാജ് എന്ന് പറഞ്ഞ ഖത്തറിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട് 2500 സ്ക്വയർ ഫീറ്റിലെ മനോഹരമായൊരു വീട്. ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മനുരാജ് എന്ന് പറഞ്ഞ നമ്മുടെ കസ്റ്റമർ. അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലേക്ക് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് നല്ലൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നല്ല ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ ഈ ലപ്പോത്ര ഗ്രാനൈറ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഗ്രാനൈറ്റ് ഇട്ടാൽ നല്ല വൃത്തിയാണ്. അതല്ലെങ്കിൽ അത് ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലപ്പോത്ര ടൈൽസ് ആണ് ആദ്യം പ്രിഫർ ചെയ്തത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി പിന്നെ ക്വാളിറ്റി ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗ്രാനൈറ്റ് ആക്കി. പക്ഷെ സെയിം ആ ഫിനിഷ് തന്നെ വന്നു. അത് എന്നാ സ്ലിപ്പറി അല്ല ഇനി എന്നാ പിന്നെ കുറച്ച് മാറ്റ് കയ്യിൽ വരുന്നുണ്ട്. വുഡ് ആക്ച്വലി ഇത് റിയൽ വുഡ് അല്ല. അല്ല ഇതൊരു ഇത് റിയൽ വുഡ് അല്ല. ഇത് ആക്ച്വലി അവര് സിമെന്റിന് മുന്നേ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞ ചന്ദ്രൻ പറയും. അപ്പൊ പുള്ളിയുടെ ഒരു ഡിസൈൻ വർക്കാണിത്. അപ്പൊ നമ്മളിങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോ പുള്ളി അനുസരിച്ച് ചെയ്താണിത്. ഇത് സിമെന്റില് അവര് കറക്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം സിമെന്റിൽ അതിന് ശേഷം അതിൽ പെയിന്റ് വരുന്നതാണ്. അവരുടെ പെയിന്റ് വർക്കാണിത്. ആ പെയിന്റിലാണ് അതാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാനിത് തൊട്ടിട്ടത് ഏത് വുഡാണെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അത് അവര് പെയിന്റ് വർക്കിലാണ് അവരുടെ പെയിന്റും പിന്നെ അവരുടെ രണ്ടും പെയിന്റിങ്ങിന്റെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ അവര് കറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് കൂടി ചെയ്തോണ്ടാണ് ആ ഡിസൈൻ കൺസ്ട്രക്ട് ചെയ്തോണ്ടാണ് അത് അത്രയും ഭംഗിയാണ്. ഈ ടൈപ്പ് ചെയർ ഇനി ഞാൻ കാണാത്തോണ്ടാണോ എന്ന് അറിയില്ല. അത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ആക്ച്വലി ശരിക്കും അത് പ്ലാസ്റ്റിക് ആണോ? അല്ല, ചൂരലാണ്. പക്ഷെ ഫൈബർ കൊടുത്തത്. പക്ഷെ ക്വാളിറ്റി ആയിയാണ്. ഇതിപ്പോ മറ്റേ ചൂരലൊക്കെ അടിച്ച് ഇടയ്ക്ക് അവിടെ ഇവിടെ പൊങ്ങി നിൽക്കും എന്നൊക്കെ. പക്ഷെ അതിന്റെ തന്നെ ഫൈബർ പുതിയ വരുന്ന മോഡലാണ്. ഇത് ഹെവി ഡ്യൂട്ടി ആണ്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നല്ലൊരു വെയിറ്റ് ഉള്ള ആള് ഇടക്കയിൽ ഇരുന്നാലും അതിനെ ക്യാരി ചെയ്യും. അല്ല, ഞാനിത് ചൂരലാണോ പ്ലാസ്റ്റിക് ആണോ, ചൂരലല്ലാന്ന് പെട്ടെന്ന് കണ്ടപ്പോ തോന്നി. വളരെ നന്നായിട്ടുണ്ട്. ഒരു ചൂരലിന്റെ ഒരു കസേര പോലെ തന്നെയാണ് വരുന്നത്. വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇത് ഡബിൾ ഹൈറ്റ് ആണല്ലോ. ഡബിൾ ഹൈറ്റ് ആണ്. നല്ല തണുപ്പുണ്ട്. അവിടെ നിങ്ങൾ കയറിയതിനേക്കാളും നല്ല തണുപ്പുണ്ട്. ഇതിവിടെ ആക്ച്വലി ഡബിൾ ഹൈറ്റിൽ നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡബിൾ ഹൈറ്റ് വരുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഓൾറെഡി ഡബിൾ ഹൈറ്റ് 2 ഹൈറ്റ് വന്നു. ആ ഹൈറ്റിന്റെ മുകളിൽ തന്നെ നമ്മൾ ചെറുതായിട്ട് ഓട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓടിന്റെ സെപ്പറേറ്റ് വേറെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഓടും ഡബിൾ ഹൈറ്റും കൂടി കൂടുന്ന സമയത്ത് അതിന്റെ ഹീറ്റൊക്കെ മുകളിൽ നിൽക്കും. ആ ഓട് വെച്ച് എൻ്റെ അവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഫുള്ള് ഓട്ട് കംപ്ലീറ്റ് അതിൽ ഫിൽ ആവും. അപ്പൊ താഴത്തേക്ക് ഇറങ്ങില്ല. ആ ഫീൽ ഉണ്ട്, ആ തണുപ്പുണ്ട്. നമുക്ക് ഇതിൽ നിൽക്കുമ്പോഴേ നമുക്ക് തണുപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാലക്കാടൻ കാലാവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലതാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ആണ് കുറച്ചൊരു ഇതില് മെയിൻ്റെനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാറാലടിക്കാൻ അതിനുള്ള സ്റ്റിക്ക് മേടിച്ച്. ഓക്കെ, ഇത് വളരെ നന്നായിട്ട് ഈ ഡബിൾ ഹൈറ്റിലുള്ള ഇവിടെ ടിവിയുടെ അല്ലെ ഒരു അടിപൊളിയായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കോട്ടയാടാണ്. ഈ കോട്ടയാടിന് ഒരു പ്രോമിനൻസ് കൊടുത്തിട്ടാണ് തോന്നുന്നത് ചെയ്തത് ഫുൾ വീടുള്ള അല്ലെ. ഈ കോട്ടയാട് നമ്മൾ പണ്ടത്തെ 4 കെട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൻ്റെ ഒരു ഐഡിയ. എനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ട്രഡീഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആ സാധനം വേണമെങ്കിൽ ഇന്നാ മോഡേൺ ആകും. അപ്പൊ ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്താണ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വരുന്നത് ഫുള്ള്. ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് സിറ്റ് ഔട്ട്, പിന്നെ അതുപോലെ ഈ കോട്ടയാടിന്റെ അവിടെ വന്നിട്ട് കോട്ടയാടിന്റെ ആ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഡൈനിങ്. അപ്പൊ ഡൈനിങ് ഒന്നും കോട്ടയാടിലേക്കുള്ള വ്യൂ അത് ഈ ചുമരും ഈ സാധനം കിട്ടും. അത് ഇത് നല്ലൊരു വാള് അല്ലെ, നല്ല വാള് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിനൊരു ടോട്ടൽ ആംബിയൻസ് കൊടുക്കും. ഇതിപ്പോ അവിടെ നിന്നുള്ള ഒരു വ്യൂ അവിടെ ആംബിയൻസ് നല്ല വ്യൂ ആയിട്ട് ഇത് കിട്ടും. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ആൾക്കാർ കയറി വരുമ്പോൾ തന്നെ കൃഷ്ണൻ അതായിട്ടുള്ള ഒരു പൂജാമുറി. ആക്ച്വലി ഇതൊരു കോട്ടയാട് എന്നല്ല, ഇത് കോട്ടയാട് വിത്ത് പൂജാമുറി എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഈ ഫ്ലോറിലേക്ക് ആരും ഇറങ്ങില്ല. അപ്പൊ നോർമലി എനിക്ക് കോട്ടയാടിന് വേണ്ടി വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, കംപ്ലീറ്റ് കോട്ടയാട് വേസ്റ്റ്. അപ്പൊ അത് പൂജാമുറിയും കൂടി ആയി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ലോക്കഡായി. ഓ അത് ശരി. ഓപ്പൺ എന്നിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വിളക്ക് ഇവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വേറൊരു പൂജാര സാധനം. എന്നിട്ട് പിന്നെ അത് ജസ്റ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തിയിൽ അവിടെ ഇരിക്കും. അതിപ്പോ പുറത്തേക്ക് അതിന്റെ ഒരു സാധനങ്ങളൊന്നും വരില്ല. ഓ, അത് നല്ല കോൺസെപ്റ്റായി. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കാര്യം കേട്ടോ,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡബിൾ ഹൈറ്റും ഈ തണുപ്പും അത് ഭയങ്കര ambience. വേറൊരു ഫീലാണ്. അതായത് ഇവിടുന്ന് ഇപ്പൊ ഇത് അടിച്ച തന്നെ നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചാരുപൊടിയാണ് വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിന്നുള്ള പൂജയും കാര്യങ്ങളും മുകളിൽ ഒരാള് ഇപ്പൊ ഞാൻ എന്റെ മാസ്റ്റർ ബെഡ്റൂം മുകളിൽ വരുന്നത്. അപ്പൊ തന്നെ രാവിലെ ഞാൻ ആ വാല് ഉറക്കുന്നതിന് എനിക്ക് ഒരു 6:30 ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പോസിറ്റീവ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അല്ല, ഭയങ്കര സ്പിരിച്വാലിറ്റിയാണ് നമ്മളെ ദൈവത്തെ കൊണ്ടുള്ള ഒരു അടുപ്പം. അതെ, സത്യം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അതുള്ള ജാളി കട്ടിംഗ് ആണോ, അത് എന്താ സംഭവം? അത് ഇല്ല, ആക്ച്വലി അത് ജാളി കട്ടിംഗ് അല്ല. ജാളി കട്ടിങ്ങിന് അറിയാലോ, ചെറുതായിട്ട് ഈ മാറാലിയും അതും ഇതൊക്കെ വന്ന കുറച്ചുകൂടി കട്ടി തിക്നെസ് കൂടും. അപ്പൊ നമ്മളിത് ചെയ്ത തിക്നെസ് എനിക്ക് അത്ര വേണ്ടെന്നുള്ള CNC കട്ടിങ് ചെയ്ത് CNC കട്ടിങ്ങിൽ പുട്ടി അടിച്ചിട്ട് അതിൽ സെയിം ഇവിടെ നമ്മൾ അടിച്ച പെയിന്റ് തന്നെ വുഡൻ സെയിം വുഡൻ ഫിനിഷിംഗ് പെയിന്റ് ആണ്. നല്ല ഇന്റീരിയർ ഒരു മാച്ചിങ് വരുന്നത്. അത് പിന്നെ മെറ്റീരിയൽ എന്താണ്? അത് പ്ലൈവുഡ് മെറ്റീരിയൽ ആ പ്ലൈവുഡ് തന്നെ, നോർമൽ പ്ലൈവുഡ് ആണ്. അത് CNC കട്ടിങ് വരുമ്പോൾ നമ്മൾ വളരെ നന്നായി കട്ട് ചെയ്തത്. അത് ബാക്ക് ഡ്രോപ്പിൽ കൊടുത്തതുകൊണ്ടേ അത് വളരെ നന്നായി. എനിക്ക് തോന്നുന്നത് ആ സ്പേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡൈനിങ് ഹാളിന്റെ ഈ സ്പേസിൽ ഭയങ്കര യൂട്ടിലൈസേഷൻ വന്ന എനിക്ക് തോന്നുന്നു. സ്പേസ് യൂട്ടിലൈസേഷന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കോണിച്ചോടാണ്. കോണിച്ചോട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവർ വാഷ് ഏരിയ ആക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു നമ്മളെ ഈ പ്ലൈവുഡിലുള്ള ഈ ഒരു ജാളി പോലെ കട്ട് ചെയ്ത ഒരു സംഭവം കൂടി ഇവിടെ വന്നപ്പോൾ ഇതിനൊരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒക്കെ പോയി നമുക്കൊരു വിശാലത വന്നു. കോണിച്ചോടാണെങ്കിലും അത് കോണിച്ചോടിൻ്റെ ഒരു ഫീലിംഗ് തരാതിരിക്കാൻ ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തന്നെയല്ല ഇവിടെ ഒരു ചെറിയ ഗ്രീനറി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു വിരസത നമുക്ക് ശരിക്കും ഒഴിവാവും. കറക്റ്റ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ്. സ്റ്റോറേജ് ഒക്കെ കോണിച്ചോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നല്ലൊരു ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതാണ് ഇതിൽ എനിക്ക് വലിയൊരു അട്രാക്ഷൻ തോന്നിയൊരു കാര്യം. ഇവിടുന്ന് ടോട്ടലി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒറ്റ ഡിസൈനാണ്, കണ്ടിന്യൂറ്റി ഉണ്ട്. പണ്ടത്തെ ഒരു ഐഡിയ വെച്ചാൽ ബ്ലാക്ക് ബോർഡർ കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ആദ്യം നോർമലി കൺസെപ്റ്റ് നമ്മുടെ. പക്ഷെ എനിക്ക് വെച്ചാൽ ബ്ലാക്ക് ബോർഡർ ഇപ്പൊ ഇത് വെക്കുമ്പോൾ ഇത് ഓൾറെഡി ബോർഡറായി. ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് വെച്ചാൽ സിംഗിൾ പാറ്റേൺ സിംഗിൾ ഇത് കിട്ടണം. ഇത് വെച്ചാൽ ടൈൽസ് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസും ആണ് നമ്മളിപ്പോ യൂസ് ചെയ്താക്കുന്നത്. അല്ലെ 60x120 മെറ്റീരിയൽ വരുന്നത്. അതിനെ ബ്ലാക്ക് ലൈൻ കൂടി ഇട്ടപ്പോ അതിന് മാച്ച് ആയി. അതെ അതെ, ഇത് നമ്മൾ എപ്പോക്സി അല്ലേ ഇട്ടിരിക്കുന്നത്? എപ്പോക്സി. പക്ഷെ എപ്പോക്സി എനിക്ക് തോന്നുന്നു എന്റെ വിട്ട് കുറവാ കൊടുത്തു. ഞാൻ ഇവിടെ നോർമലി പറഞ്ഞു എന്റെ അടുത്ത്, പക്ഷെ ഞാൻ കമ്മിയൊക്കെ കൊടുത്തു. അവിടെ കൊടുക്കണം പോലെ കൊടുത്തു. അവിടെ കൊടുക്കണം. ഖത്തറിലെ അതേ സെയിം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഏതാ വുഡ്? ഇതും വുഡല്ല, ഇത് ആക്ച്വലി സിമെന്റ് ബ്ലോക്കിൽ ഫസ്റ്റ് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കണ്ട വീട്ടുതടി പോലെ ഉണ്ട്. വീട്ടുതടി കറക്റ്റ് കൺസ്ട്രക്ട് ചെയ്ത്, അതായത് ഇതിന്റെ വർക്കേഴ്സ് തന്നെ ചെയ്ത് സെറ്റ് ആക്കിയ സിമെന്റ് ബ്ലോക്കിൽ നമ്മൾ പെയിന്റ് അടിച്ചിറക്കണം. അറിയോ, പൂജാമുറിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കോട്ടയാട് അപ്പൊ ട്രഡീഷണൽ കോൺസെപ്റ്റിൽ ശരിക്കും വുഡൻ ആണല്ലോ വരിക. അടിപൊളിയായത്, അത് സൂപ്പറായി. മറ്റേ വുഡ് വെച്ചാൽ നമുക്കറിയാലോ കുറെ മെയിൻ്റെനൻസ് കുറെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്യാനുള്ള പണിക്കാർ കയ്യിൽ ടീമിലുണ്ട്. അപ്പൊ അവര് തന്നെ രീതിയിൽ ചെയ്തതാണ്. അതുപോലെ ഇത് ഇവിടെ ഇതെന്താ ടൈലാണോ? അല്ല, ടൈലല്ല, ഇത് നമ്മുടെ പ്ലൈവുഡില് നമ്മൾ മൈക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് മറ്റേ ഈ ഒരു വ്യൂ ആണ് കിട്ടുക. പിന്നെ ഓപ്പൺ കിച്ചന്റെ കൺസെപ്റ്റ് ഒരു ഓപ്പൺ കിച്ചൺ നല്ല ഒരു കണക്കിന് എന്താ പറയുക, കുറേ ചുമരുകളൊക്കെ ഒഴിവാകുമ്പോൾ തന്നെ പേഷ്യൻസും തോന്നും, ഒരു പോസിറ്റീവ് മൈൻഡും ഉണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ, സ്മെല്ല് വരും, അത് വരും, അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ടെക്നോളജി ഉണ്ട് എന്നുള്ളത്. അത് പണ്ട് ഓക്കെ പറഞ്ഞാലേ തരാം. ഇപ്പം നമുക്ക് ഓപ്പൺ കിച്ചണിലും എല്ലാ ടെക്നോളജി നമ്മളത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതായത് സ്മെല്ല് വന്നാലും അത് ഈസി ആയിട്ട് അതിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇതുണ്ട്, പവറുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഇതെനിക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല രസമായി. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദോശയൊക്കെ കഴിച്ച് പോവാം. ഈ ടൈല് നമ്മൾ തന്നോണ്ട് പറയല്ല, ടൈല് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കാണുമ്പോഴേ ഇത് ഇങ്ങനെ ഷോറൂമിൽ ഇങ്ങനെ കുത്തി നിർത്തിയപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയിരുന്നു. പക്ഷെ ഇതിങ്ങനെ ടോട്ടൽ ആംബിയൻസിന് സൈഡിൽ കൂടെ ഭയങ്കരമായിട്ട് അത് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ കൗണ്ടറിനും യൂസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കൗണ്ടറുകളും 2-3 കൗണ്ടർ വരുന്നുണ്ട്. വാഷ് ബേസിന്റെ അവിടെ, പിന്നെ മുകളിലൊരു കൗണ്ടർ വരുന്നുണ്ട്. എല്ലാ കൗണ്ടറുകളും യൂസ് ചെയ്യും. പക്ഷേ ഇതിന്റെ ആ ബ്ലൂ, പിന്നെ ആ ഒരു ഇടയിലുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക് പറഞ്ഞാൽ ഭയങ്കര ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലായിരുന്നില്ല.
ഇത് ഇനി ലൈറ്റും കൂടി വരുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. ഞാനത് പറയാൻ മതി, ലൈറ്റ് നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഈ ബ്ലൂവും ഇതിന്റെ ഒരു വാം ലൈറ്റും അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ കജാരിയുടെ വോൾഗ ബ്ലൂ എന്ന് പറഞ്ഞ നമ്മളെ കിച്ചണില് ഈ വാളിന്റെ സൈഡിലും ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇത്, ഇങ്ങനത്തെ ചെറിയ ഒന്നര പീസ് ടൈൽസ് വെച്ച്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ചളിയാവാനുള്ള ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചൊരു ഗ്ലോസി ആവണമെന്ന ഒരു ഇതായിട്ടുള്ള ടൈലാകുമ്പോൾ ഡിസൈനായി. പിന്നെ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബ്ലാക്ക് ഗ്രേ വുഡൻ. ഈ ഒരു കോംബോ കൂടുതൽ യൂസ് ചെയ്താൽ ബ്ലാക്ക് ഗ്രേ വുഡൻ. ഇത് ശരിക്കും ഇതെന്താ മെറ്റീരിയൽ? എന്താ ഇത് മെറ്റീരിയൽ ശരിക്കും നോർമൽ ആയിട്ടുള്ള ഈ പെയിന്റ്സ് വർക്കിന്റെ ടീമിൽ തന്നെ അടിച്ചിട്ട് ഫ്രെയിം ചെയ്ത സംഭവം. പക്ഷെ ഇത് എന്താ പറയുക, ഒരു സ്പിരിച്വാലിറ്റി അതിനുണ്ടല്ലേ, ആ സെയിം സാധനത്തിനും ഉണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എവിടെ, താഴെയാണോ അതോ? അല്ലല്ല, മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. ഇപ്പൊ താഴത്തെ രണ്ട് ബെഡ്റൂമാണ്. അതിലെ ഒരു ബെഡ്റൂമാണ് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത്. ഇത് പറഞ്ഞാൽ നമ്മളെ ആ ടൈല് കംപ്ലീറ്റ് ഒറ്റ കണ്ടിന്യൂഷൻ എല്ലാം, അതായത് എനിക്ക് ടൈലോട് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ എനിക്ക് അതിന്റെ ക്വാളിറ്റി അതിന്റെ ഇതും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലോർ അത് എനിക്ക് ഇവിടുന്ന് ആ തല കൊണ്ട് ഈ തല മുകളിലും ആകെ ഒരൊറ്റ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു ഏരിയ മാത്രം ആണ് നമ്മൾ വേറൊരു ടൈൽ യൂസ് ചെയ്തത്. ഇനിയിപ്പോ അടുത്തത് സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കയറി വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡില് അതേ സ്പേസ്, എനിക്ക് അത് പുറത്തേക്ക് ഒന്നും വരണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൂടി ഒരു കബോർഡ് കൊടുക്കും. അപ്പോൾ ഒരു കബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് സ്പേസ് ചെയ്തു. പിന്നെ ഒരു ബെഡ്റൂം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബെഡ്റൂം പ്രൈവസി കൊടുക്കാൻ വേണ്ടി ഇത് ഇത്ര സ്പേസ് പ്രൈവസി. അപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നെ ബെഡ്റൂമിലേക്ക് കയറിയിട്ട് നല്ല പ്രൈവസി. അതെ, കാരണം ഇത്ര ഏരിയ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കബോർഡില് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേഷ്യസ് ആയി. പിന്നെ അതിന് ചേർന്ന ബാത്റൂം നിൽക്കും. ഈ ഒരു മറ്റേ ഗ്രേ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് അല്ലേ? അതെ, അത് ഈ ടൈലിന് ഗ്രേ മാച്ചാണ്. ടൈലിന് ഗ്രേ മാച്ചാണ്. ആക്ച്വലി ഇതും വുഡനും മാച്ചാണ്. ഇത് ഈ ടൈൽ വുഡനും മാച്ചാണ്. ഇത് പിന്നെ നമ്മുടെ ബാത്റൂം അല്ലേ? ബാത്റൂം നമ്മള് സെയിം ഏതാണ്ട് സെയിം പാറ്റേൺ ഉള്ള ടൈലാണ്. നമ്മൾ മേലോട്ട് ഇത് മേലേക്ക് പോകുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൈഡിലെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാല് ശരിക്കും ബ്ലാങ്ക് ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇത് കറക്റ്റ് പിക്ചേഴ്സ് കൊടുത്ത് സൈഡിലെ ലൈറ്റ്സ് കൊടുത്തപ്പോ ഇത് ഭയങ്കര എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ മാതിരി സിമ്പിൾ ആയിട്ട് നമുക്ക് റിച്ച്നെസ് ഫീൽ ചെയ്തു. അതുപോലെ ഈ വുഡ് ഇത് റിയൽ വുഡാണ്. തേക്കിന്റെ ഇത് റിയൽ വുഡാണ് ഞാൻ ചോദിക്കട്ടെ. ഇത് അതുപോലെ നമ്മുടെ എല്ലാ ജനല് അതേപോലെ നമ്മുടെ എല്ലാ വാതിലൊക്കെ വുഡ് കംപ്ലീറ്റ് ഫുള്ള് വുഡ് വരുന്നത് തേക്ക്. വേറെ കോംപ്രമൈസ് ഇല്ല, വേറെ ഒരു മെറ്റീരിയൽ ഇല്ല. അതുപോലെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസിന്റെ വർക്ക് ഞാൻ നേരത്തെ നിങ്ങൾ എല്ലാ സെലക്ഷനിലും ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഭയങ്കര ഫങ്കി സാധനങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട്, എന്നാൽ അതിനൊരു പ്രീമിയം ടച്ചും കിട്ടിയിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ശരി ആക്ച്വലി ഇതൊരു പണ്ടത്തെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ഈ തട്ട് എന്ന് പറഞ്ഞ സംഭവം, ഈ തട്ടില് നെല്ല് ഇങ്ങനെ തൂക്കണ നമ്മള് ട്രഡീഷണലി ഒരു സംഭവം. അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ വുഡൻ സാധനം കെട്ടിയിട്ട് അതിൽ ശരിക്കും ആ നെല്ല് ഇങ്ങനെ തൂക്കിയിരുന്ന പോലെ പണ്ട് തറവാട്ടിലൊക്കെ കാണാം. ആ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മൾ താഴ്ന്ന് കണ്ട ഒരു ഫീല് അത് മേലെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഈ ലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതും അതേ കോൺസെപ്റ്റിലാണ്. സെയിം കൺസെപ്റ്റ് തന്നെ. പണ്ടത്തെ തട്ട് എന്നുള്ള ലെവലില് ആ മറ്റേ നെല്ല് തൂക്കണ പോലുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഒരു ബൾബ് കാര്യങ്ങൾ. പക്ഷെ ഇത് ഓർഡർ ചെയ്ത് അത്യാവശ്യം 2 മാസം 2 months ടൈം എടുത്തിട്ടാണ് നമ്മൾ എടുത്തിറങ്ങണം. കോൺസെപ്റ്റിൽ അത് നമ്മുടെ ഇപ്പൊ പണി ചെയ്ത ആൾക്കാർക്കും ഗുരുക്കൊക്കെ അറിയാം എന്താണോ ഒരു കൺസെപ്റ്റ് ഉള്ള അതേപോലെ തന്നെ പോകണം വിചാരിച്ചിട്ട്. ഇത് വുഡ് ആവാൻ ചാൻസ് ഇല്ല അല്ലേ? താഴെ വുഡ് ആയത് വുഡ് അല്ലാത്തത് കോൺക്രീറ്റ് ആണോ? ഇത് കോൺക്രീറ്റ് അല്ല, ഇത് നമ്മുടെ ജിപ്സത്തിലാണോ വർക്ക് ചെയ്താ? ജിപ്സത്തിൽ വർക്ക് ചെയ്തിട്ട് ആ പെയിന്റ് വർക്ക് വന്നതാണ്. അത് ശരി. കാരണം ഈ കോൺക്രീറ്റ് മറ്റേ മെയിൻ്റെ ഈ മുകളിൽ റിയൽ വുഡ് കൊടുത്താലുള്ള മെയിൻ്റെനൻസ് ഭയങ്കര പാടാണ്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇതായിട്ട് നിൽക്കും. ജിപ്സത്തിലാണല്ലേ? അതെ. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളിയാണ്. ജിപ്സാണെന്നൊന്നും പെട്ടെന്ന് കണ്ടാൽ പറയില്ല. ഞാനൊരു വീട്ടിൽ താഴെ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇത് കോൺക്രീറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ പിന്നെ ട്വിസ്റ്റ്. ഇത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ചാരിപടി പോലെ കൊടുത്തത്. അടിപൊളി. നേരത്തെ പറഞ്ഞ നമ്മൾ പൂജാമുറി മേലെയുള്ള ചാരിപടിയാണ്. അടിപൊളി.
ഇത് താഴത്തേക്ക് നമുക്ക് ഇവിടെ ഇരുന്നും വേണമെങ്കിൽ ഒരു പ്രാർത്ഥന അതേപോലെ വന്നിട്ട് ഇരിക്കുമ്പോൾ ഒരു വെളിച്ചം ഒരു സാധനം കിട്ടും. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാൽ ലൈറ്റ് ആവശ്യമില്ല. മോർണിംഗിൽ ഈ ചാരുപടി നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. എല്ലാ വീട്ടിലും ഷൂട്ടിങ്ങിന് പോയാലും 2 വീട്ടിലെ ഷൂട്ടിങ്ങിന് പോയിട്ട് ചാരുപടി കണ്ടു. ആ ചാരുപടി കണ്ടാൽ നമ്മൾ ആദ്യത്തെ ഇങ്ങനെ കാലൊക്കെ നീട്ടിച്ച് നിൽക്കും, ഒരു സുഖം. അതിനെ കവച്ച് വയ്ക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഇതൊരു വുഡൻ ഫുള്ള് വുഡൻ ഒരു പാറ്റേൺ ആണ് നമ്മൾ വരുത്തിയത്. ഇത് നമ്മുടെ ടൈൽസ് അല്ലേ? വുഡൻ ടൈൽസ് അടിപൊളിയുണ്ട്. വുഡൻ ടൈൽസ് പ്രൈവസി ചെയ്യാനോ അതേപോലെ തന്നെ നമ്മളെ കബോർഡ് റൈറ്റ് സൈഡിൽ കബോർഡും കാര്യങ്ങളൊക്കെ പ്രൈവസി ഉണ്ട്. അതെ, ഇതിനകത്തൊരു വുഡൻ ഫുള്ള് വുഡൻ ഒരു തീമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു വുഡന്റെ ഒരു ടച്ച് കൊടുത്തത്. അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു ഓഫീസ് ടേബിൾ അല്ലേ? നമുക്ക് വർക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ റൂമിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. വേണം. ചില സമയത്ത് നമുക്ക് പുറത്തിരുന്ന് ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആവരുത്. നമ്മുടെ സ്പേസ് നമ്മുടെ സ്പേസ് അങ്ങനെ ഉണ്ടാവണം, നല്ലതാണ്. ഇതിൽ മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഇവിടുത്തെ ഫുൾ പെയിന്റ് വൈറ്റ് ആണ്. വൈറ്റ് പറഞ്ഞാൽ ലൈക്ക് ഓഫ് മാറ്റ് വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഓഫ് മാറ്റ് വൈറ്റ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് മാക്സിമം നമ്മൾ യൂസ് ചെയ്തെടുക്കണം വാം ലൈറ്റ് പറഞ്ഞാൽ ഗോൾഡൻ വാം ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓഫ് ആയിട്ട് തോന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം യെല്ലോയിഷ് വിത്ത് ആ ഫ്ലോറിന് മാച്ച് ആവും. ബട്ട് മോർണിംഗിലാവുമ്പോ പക്ക വൈറ്റ് ആവും. അതായത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക വൈറ്റ്, അപ്പൊ നല്ല വെളിച്ചം കിട്ടും ചെയ്യും. അപ്പോൾ വാം ലൈറ്റ് യൂസ് ചെയ്തതിന്റെ ഗുണം ശരിക്കും ആക്ച്വലി അതാണ്. ഒരു ഗോൾഡൻ ഒരു ടച്ച് കിട്ടുമ്പോൾ ആ ചുമരനെ മാറും, കളർ മാറും. അപ്പൊ ആ ഫ്ലോറായിട്ട് അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ശരിക്കും വൈറ്റ്. ഇത് ശരിക്കും എനിക്ക് അവിടെ ടൈൽസിന്റെ കളറായിട്ട് തോന്നുന്നുണ്ട്, അത് മാച്ച് ആവും. ഇത് പക്ക വുഡൻ മാത്രം. ഇത് മാത്രമാണ് വുഡന്റെ വരുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂം ആകുമ്പോൾ അതിന് സെപ്പറേറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് മാത്രം. ഇത് ഫുള്ളായിട്ട് ടൈൽസും മറ്റേ ഗ്രൗണ്ടും വാളും ഒറ്റ ഡിസൈൻ. അതെ, ഇത് ഒറ്റ ഡിസൈൻ. നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആ മുക്കാല് ചെയ്തിട്ട് കുറെ ആൾക്കാരെ ചെയ്യും. ആക്ച്വലി എന്താ പ്രശ്നം വെച്ചാൽ അത് മുമ്പ് അവിടെ മറലായിട്ടും ഫുള്ള് ചെയ്യുമ്പോൾ ഇത്ര ചെയ്യുന്നതിന് ചെറിയൊരു പൈസ ടൈൽസിനെ നിങ്ങളുടെ ടീമിനെ നമ്മളത് പറഞ്ഞത്. അതായത് അങ്ങനെ ചെയ്ത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്, നല്ലതാണെന്നുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെയുള്ള ജസ്റ്റ് ഒരു ടെറസാണ്. ഇത് നമ്മുടെ കജാരിയുടെ ഡ്യൂറോടെക് എന്ന് പറഞ്ഞ സീരീസിലുള്ള ടൈലാണ്. ഇത് ശരിക്കും പറഞ്ഞാലേ ഷോറൂമിൽ ഇത് ഇങ്ങനെ 4 പീസ് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഒന്നും തോന്നാത്ത ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ തന്നെ പക്ഷെ അതിന്റെ ആ വർക്ക് പറയുമ്പോൾ ചെയ്ത് തരുമ്പോഴാണ് അതിന്റെ വർക്കും ഈ പ്രകൃതിയും ഇതെല്ലാം കൂടെ നല്ല ബ്ലൻഡാണ്. അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഇതിൽ ആ ഡിസൈൻ തന്നെ നമുക്ക് ചളി കാര്യങ്ങളൊന്നും ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് അറിയുക. ബീജ് കളറാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യും ഓൾറെഡി. അപ്പൊ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക്, മുകളിലത്തെ എന്തായാലും ഡബിൾ ഹൈറ്റ് കൊണ്ട് വരില്ല. പക്ഷെ ഈ 2 റൂം ആയതുകൊണ്ട് ഇവിടെ ചെയ്ത അടിയത്തെ റൂമിലേക്ക് തണുപ്പാവും. ഇവിടെ കുറച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അത് മാത്രല്ല ഇതിലെ ആ റസ്റ്റിക് ഫിനിഷ് ഉണ്ടല്ലോ, റസ്റ്റിക് ഫിനിഷ് ഒക്കെ വരുന്നതോട് കൂടി തന്നെ അതൊരു പുറത്തേക്കുള്ള ഇത് ശരിക്കും കജാരിയുടെ തന്നെ എക്സ്റ്റീരിയറിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ടൈൽസ് ആണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇത് 20 mm 15 സംതിങ് തിക്നെസ് വരുന്നുണ്ട്. നല്ല വൈബാട്ടോ. നേരെ ഒരു മോളിക്ക് ഒരു ഇതുണ്ട്. മോളിക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു നമ്മുടെ ഇവിടുത്തെ ഒരുവിധ ഏരിയ ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്യാൻ ലോകാണ്. നല്ല വ്യൂ ആട്ടോ, നാച്ചുറൽ ഫീൽ നമുക്ക് കറക്റ്റ്. അതായത് മലയും മരങ്ങളും പാടവും. അത് പാടാണ്. രാവിലെ നല്ല സുഖമാണ്, രാവിലെ മോർണിംഗിലും അടിപൊളി. പിന്നെ അതുപോലെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഹീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്ന് പറയാം. ഇതാകുമ്പോൾ ഇതിൽ ഓൾറെഡി ഹീറ്റ് ഇതിൽ പ്രൊട്ടക്ട് ആവും, കാരണം ഇത്ര ഹൈറ്റിലല്ലേ. അതിന്റെ മുകളിൽ ഓടും കൂടി വരുമ്പോൾ മാക്സിമം ഡബിളായിട്ട് ചൂട് വരുന്നില്ല. പിന്നെ ഈ സാധനം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടൈൽസിന്റെ ബാക്കി ഇപ്പോൾ എക്സ്ട്രാ ടൈൽസിന്റെ അഡീഷണൽ നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കാം. കാരണം അത് ഇനി ആവശ്യം വരും എപ്പോഴെങ്കിലും. അപ്പോൾ അതായത് നമുക്ക് ഒരു ഫ്യൂച്ചറിൽ ഡിസൈന് അപ്പൊ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ 10 വർഷം 15 വർഷം ഇത് 20-25 വർഷമൊക്കെ കഴിഞ്ഞാലും നമുക്ക് ആ ഡിസൈൻ വേണമെച്ചാൽ നമുക്കൊന്ന് കൊണ്ടുപോയി ഭയങ്കര ദീർഘവീക്ഷണത്തിലാണ് ഞങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സോട് പറയാറുണ്ട്, കുറച്ച് ടൈലിങ്ങളോട് ബോക്സ് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുമ്പോ എന്താ അറിയോ,
നമ്മളൊരു 4 ടൈല് വിൽക്കാൻ വേണ്ടി പറയുന്ന പോലെയാണല്ലോ അവർ വിചാരിക്കുക. അല്ലല്ല, ആക്ച്വലി സംഭവം പറഞ്ഞാൽ നമ്മൾ ഏകദേശം അവിടെ സെയിം ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അതിനുള്ള ബോക്സും കാര്യങ്ങളും ടൈൽസും മാറ്റി വെക്കാനുള്ള ടൈൽസ് മാത്രമല്ല സാനിറ്ററി വേസ്റ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മളെ ഈ സ്വിച്ച് ബോർഡുകളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്വിച്ചുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഡിസൈൻ കുറച്ച് സാധനങ്ങൾ നമ്മൾ സേഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ലൊരു തീരുമാനമായി. അതെ, അതായത് മഴയും കൊള്ളില്ല ഒന്നും കൊള്ളില്ല, സേഫാണ്. ചൂടും പോയി. അതെ, എല്ലാം കൊണ്ടും അടിപൊളി. ഇനി നമ്മള് നാലാമത്തെ ബെഡ്റൂം. അതായത് ഇത് മാസ്റ്റർ ബെഡ്റൂം, ഇത് ജസ്റ്റ് ബാൽക്കണി. ഇത് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവസി ഒരു റൂമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈക്ക് വേറെ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോം തിയേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട്. ഒരു ഹോം തിയേറ്റർ എന്നുള്ള ലെവലില, അതായത് ടി വി തന്നെ വെച്ചിറക്കണം. ഇപ്പൊ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു ടിവിയും പിന്നെ അതിന്റെ സൗണ്ട് പ്രൂഫും ഒരു ചെറിയൊരു സെറ്റപ്പ് തന്നെ ഉണ്ട്. അതെ, ചെറിയൊരു കൗണ്ടർ. ചെറിയ കൗണ്ടറൊക്കെ ഈ കൗണ്ടറിൽ ടൈല് ഉപയോഗിച്ചല്ലേ? അതെ, ഇതിലൂടെ ആ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ശരി. നമ്മള് പിന്നെ ലാലേട്ടന്റെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ അതെ, ചെറിയൊരു നമ്മുടെ ഒരു പ്രൈവസി. പിന്നെ ആർക്കും വന്നൊരു ടി വി കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാനും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ടൈമില്. ശരിക്കും ബെഡ്റൂമിൽ പറഞ്ഞൂടാ. അത് ബെഡ്റൂം എന്നാണ് നമ്മൾ കേറുമ്പോ പറഞ്ഞത്, പക്ഷെ ബെഡ്റൂം അല്ല. ഇത് പ്രധാനപ്പെട്ട റൂമാണ്. ഇതൊരു പ്രത്യേക റൂം. അപ്പൊ നമ്മള് അത്യാവശ്യം ഇത് ആക്ച്വലി 7.1 നമ്മുടെ ബോട്ടിന്റെ. അപ്പൊ അത്യാവശ്യം ഈ റൂമിന് ഇത് ഭയങ്കര ഫിറ്റാണ്, നല്ല ഫിറ്റ്. അവിടെ കിടന്നാൽ തന്നെ ഉണ്ട്. പിന്നെ ഫുള്ള് ഹോം തിയേറ്ററിനെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു, പക്ഷെ എന്താ വെച്ചാൽ ഞാൻ അവിടെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ അവർക്ക് ഇത് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള സംഭവം സെറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു റൂം വേണം ഒരു പ്രൈവസി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാര്യങ്ങളൊന്നും താഴത്തേക്ക് ഡിസ്റ്റർബ് ഇല്ല, ഒന്നുമില്ല. ഒരു ശനിയാഴ്ച വൈകുന്നേരം ഒരു സിനിമ കണ്ടിരിക്കാം, അതും ചെയ്യാം. ഫുള്ള് വാലക്കടച്ച് സമാധാനത്തോടെ. അതാണ് എന്റെ കാര്യം. ഇതിന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇങ്ങനെ വന്നാൽ നമുക്ക് ഒരു ചെറിയ ബാൽക്കണി. ഇത് സെയിം താഴത്തെ പോലെ സിറ്റ് ഔട്ടിലെ സെയിം വുഡിന്റെ അടിച്ചാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ബാൽക്കണി ഒക്കെ ഉണ്ട്, ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ടെറസിലെ സെറ്റ് സാധനം. എല്ലാവരും വൈബേഷ്. ഈ ബുദ്ധന്റെ പ്രതിമയില് അതിലേക്കൊരു സ്പോട്ട് ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ ബാക്കിൽ ഒരു ഷാഡോ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി ഈ വീട് മനുരാജ് സാറിന്റെ മനസ്സിലുള്ളൊരു വീട്. സാറിന്റെ മനസ്സിലാണല്ലോ ഇതെല്ലാം ഉള്ളത്. ആ മനസ്സിലുള്ള സാധനം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സാധനം ഇതുപോലെ ആക്കി തരണല്ലോ, ഒരു കുഴപ്പം വരാതെ പറഞ്ഞ അതേപോലെ പുള്ളി ആക്കി തന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ചന്ദ്രേട്ടനോടാണ് 2 വാക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ഇങ്ങനെ കറക്റ്റ് എങ്ങനെ മനസ്സിലാക്കിയെടുത്തത്? കാരണം എന്താ പറയുക, ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോഴേ അത്യാവശ്യം ഒരു കാഴ്ചപ്പാടും ഒരു കോൺസെപ്റ്റും സ്വന്തമായിട്ടൊരു പ്ലാനും ഒക്കെ വളരെ വളരെ കൃത്യം ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല, അതിൽ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ ഒരു കോംപ്രമൈസും ഇല്ല. ആ ലൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് വേണം. അപ്പോൾ എങ്ങനെയാണ് അത് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്? എങ്ങനെയാണ് അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം, അല്ല വീട് ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനാണ് നമ്മുടെ. അപ്പോൾ ഓരോരോ ചെയ്ത് കഴിയുമ്പോഴും അവരോട് ചോദിച്ചാൽ അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ അത് വാങ്ങി വെച്ചിട്ട് അവർ ഉണ്ടാക്കിയ അവർ വിചാരിച്ചേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കണം തന്നെയാണ് നമ്മുടെ കണക്കൂട്ടൽ. അതുപോലെ തന്നെയൊക്കെ ചെയ്തിട്ട് വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റ് വർക്കുകളിൽ, അതേപോലെ ഈ തൂണുകളുടെ ഡിസൈൻ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ പറഞ്ഞാൽ അത് കോൺക്രീറ്റ് ആണെന്ന് ആ വർക്കുകളുണ്ടല്ലോ, ആ വർക്കുകൾ അത് ചെയ്യണം. ഹാൻഡ് മെയ്ഡ് ആണ്, കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് വർക്കാണ്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ നമ്മുടെ കോട്ടയാടിൻ്റെ തൂണുകളടക്കം അതിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഹാൻഡ് മെയ്ഡ് വർക്കുകളാണ്. അതൊക്കെ ചെയ്യണം. ഇല്ല, നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊരു ഡ്രോയിങ്ങിൻ്റെ ഒരു ഐഡിയ കൊടുക്കും. പക്ഷേ ചന്ദ്രേട്ടൻ ഇവര് ഇതിൽ എക്സ്പേർട്ട് ആൾക്കാരാണ്. അവര് നല്ല രീതിയിൽ അത് നമ്മൾ കൊടുക്കുന്ന സാധനം മനസ്സിലുണ്ട്. ചന്ദ്രേട്ടനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ഒരു 40-40 വർഷമായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പ്രായം കൊടുത്തവർക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ള എക്സ്പീരിയൻസ് കൂടുതലുള്ള അത് കറക്റ്റ് മറുപടി. പിന്നെ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിമുട്ടില്ല. എന്താ വേണ്ടത് പകുതി. അല്ല, ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചന്ദ്രേട്ടനത്തും വരുത്തും പറഞ്ഞത് അച്ഛനത്തായാലും വരുത്തൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണോ എൻ്റെ മനസ്സിലുള്ളത് അതേപോലെ ചന്ദ്രേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മനസ്സിലുള്ളത് തരാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പിയാണ്. അത് അതെ.
അപ്പോൾ ഞാനത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരു പണിക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് സംഭവം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 100% ഹാപ്പിയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഖത്തറിലേക്ക് പോകുമ്പോഴും ഞാനൊരു ഭയങ്കര ഒരു ഫുൾഫിൽ ചെയ്ത് എന്താ ഒരു സംഭവം വീട് ആവാറാതെ അതെ ആഗ്രഹം തീർന്ന അത് ഇതുപോലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ ഭാഗങ്ങളും ഫിനിഷ് ചെയ്ത് അതെ 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 ചെറിയ കാര്യമല്ല. അപ്പൊ എന്തായാലും ചന്ദ്രേട്ടാ കൺഗ്രാചുലേഷൻസ്, താങ്ക് യു. ഒരുപാട് വർക്ക് ഉണ്ടാവട്ടെ. ആ വർക്കിനൊക്കെ നിങ്ങൾ ടൈൽസിന് ഞങ്ങളെ കടയിലേക്ക് വരട്ടെ. അതെ സത്യം സത്യം. അതിന്റെ ഇടയിൽ ചെറിയൊരു പരസ്യം കൂട്ടിയതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ചന്ദ്രേട്ട അവിടെ ഒരു ഗ്യാപ്പ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ കഴിഞ്ഞു. വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു. അതായത് ഇവിടെ വന്നു നമ്മൾ ഒരുപാട് ചിരിച്ചു, ഒരുപാട് സന്തോഷിച്ചു, നല്ല കമ്പനിയായി. ഒപ്പം തന്നെ നമ്മൾ വീട് കണ്ടു. വീടും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നല്ലൊരു കാഴ്ചയായിരുന്നു വീടെന്ന് പറഞ്ഞത്. അവസാനം നമ്മൾ ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു, ചന്ദ്രേട്ടനും വന്നു, ചന്ദ്രേട്ടനോട് സംസാരിച്ചു. ഇനി ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടീമിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിട്ട് ഞങ്ങൾ അഖില വന്നിട്ടുണ്ട് സെയിൽസിൻ്റെ. അപ്പം അഖില ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് അതെനിക്ക് തോന്നുന്നു അഖില തന്നെയാണ് തരേണ്ടതെന്ന് തോന്നുന്നു. കാരണം അവരൊരുപാട് വർക്ക് ചെയ്തിട്ട് സാറിനായിട്ട് അതായത് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ അഖില അതേപോലെ തന്നെ മുന്നേ ഉണ്ടാവുന്ന സ്റ്റാഫ് ഉണ്ടാവും പത്മജ പറഞ്ഞ ടീമിൽ വർക്ക് ചെയ്തത്. അഖിലേനൊക്കെ ഞാൻ വിളിക്കാൻ ഞാൻ ഏത് ടൈമിലും അവിടുത്തെ ടൈം ഡിഫറെൻ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കും. എപ്പോഴും നല്ല സർവീസ് ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡെലിവറി ആയിക്കോട്ടെ അല്ലെ ചന്ദ്രേട്ടനെ അറിയാം സ്പോട്ടിൽ ഡെലിവറി ചെയ്യാനും കാര്യങ്ങളും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഞങ്ങളെ ചെറിയൊരു ഉപഹാരം.